കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചിറ്റപ്പൻ ഇത് പഠിച്ചത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ തമിഴിലെ കായ് മലയാളത്തിലെ കായ് ഒരുവണക്ക് ഇരിക്കുന്നടാ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് വേറെയും ചില കായുണ്ട്. ചിറ്റപ്പോ ഉള്ള കായും മായും വെച്ച് എന്തെങ്കിലും ഒന്ന് വായിര്. എടാ ഇത്ര കഷ്ടപ്പെട്ട് വായിക്കാനും പഠിക്കണം ചെയ്യണമെങ്കിൽ ഞാൻ പുറത്താണ് പോയി പഠിക്കത്തില്ലായിരുന്നോ? ചിറ്റപ്പ പുറത്തു പോയി പഠിക്കാൻ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല. എഡുംബസ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ചിറ്റപ്പ എഡുംബസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അതില് UK, USA, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ പോയി നമുക്ക് പഠിക്കാൻ പറ്റും. 500-ലധികം യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഏജൻസിയും കൂടെയാണ് എഡുംബസ് ആപ്പ്. എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ഉണ്ട്. ലോൺ എടുത്ത് പുറത്തു പോയി പഠിക്കും. ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു. പഠിക്കട്ടെ. അല്ല ഇപ്പൊ നമ്മള് തമിഴ് ട്രാൻസ്ലേറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്ന ഫോക്കസ് ചെയ്തിട്ടപ്പോ ഫോക്കസ്. ഐശ്വര്യയുടെ വീട് അറിയാം. ഐശ്വര്യയുടെ വീട് കരിങ്ങാച്ചിര പോകുന്ന വഴിക്കാന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കിയാലോ? അല്ല എങ്ങനെ പോകും? ആ പാടെ ഇവിടെ ഉള്ളൊരു സൈക്കിളല്ലേ, അത് തള്ളി പിടിച്ചോണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് നേരെ ഇട്ടു. ഞാനേ ശശികുട്ടൻ്റെ അടുത്ത് ബൈക്ക് വെക്കാം. നീ അതാണ് ഞാൻ പറഞ്ഞ വീട്ടിലൊരു വണ്ടി വേണോന്ന്. നീ നിന്റെ അപ്പച്ച തന്നെയല്ലേ നിന്റെ കയ്യിൽ, അവിടെ കൊണ്ടുവരാ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ. ചിറ്റപ്പ എന്തായാലും കണ്ടുപിടിച്ചിട്ട് വരാം. ഫോക്കസ് നിങ്ങൾ അങ്ങോട്ടോ ഞാൻ ഇങ്ങോട്ടോ. എടി ഞാൻ എന്തോന്നൊക്കെയാണ് ഈ കേൾക്കുന്നത്? ആ കൊച്ചു വന്ന് ചോദിച്ചപ്പോ ആരാ എന്താന്നൊക്കെ ചോദിക്കാതെ നീ അവളെ പറഞ്ഞു വിട്ടത് തീരെ ശരിയായില്ല. എന്നെ കുറ്റപ്പെടുത്താനാണോ ഇങ്ങോട്ട് ഓടിക്കേറി വന്നത്? എന്റെ ലളിത, നീ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമായിരുന്നു. നീ ഇപ്പൊ എന്തോ ചെയ്യും? എന്താ ചെയ്യും? പോയി കഴിഞ്ഞ ഒന്ന് വീട്ടിലോട്ട് വിളിക്കാനുള്ള ഒരു ബോധം പോലും ഇല്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചെന്നെ ഇപ്പൊ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എടി ഒന്നുകൂടെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാനാ പറഞ്ഞത്. സ്വിച്ച് ഓഫ്. പോകുന്നില്ല. കാര്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടാ. എന്ത്? അല്ല ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതേ. തിരക്കി പോയവന്മാരെയും കാണുന്നില്ലല്ലോ. ആരാ തിരക്കി പോയത്? നിങ്ങളുടെ മക്കള്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരാ. വേറെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ എന്നാ നിങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിക്കുക. എന്താ കാര്യം? ഞാൻ പോയി അന്വേഷിക്കാം. നിങ്ങൾ കൊച്ചിന്റെ അപ്പൂപ്പനല്ലേ? അപ്പൂപ്പൻ തന്നെ. ഉള്ളവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഉത്തരവാദിത്തമുള്ള ആളങ്ങ് ചെന്നാട്ടെ. ഞാൻ പോയി അന്വേഷിച്ചുകൊണ്ട് വരാം. എന്താ മക്കളെ വല്ല വിവരം കിട്ടിയോ? എല്ലായിടത്തും നോക്കി ഒരു വിവരമില്ലമ്മ. എന്നാ പിന്നെ ഇനി നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? കാണുവാനില്ലെന്നും പറഞ്ഞ് എന്തോ നന്നായി പറയണത്. അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും രാവിലെ 8 മണിക്ക് ഇറങ്ങി പോയതല്ലേ, ഇപ്പൊ സമയം എത്രയായി? ചേട്ടാ എന്നാലും അവളെ എവിടെ പോയി കാണും? അതല്ലടാ രാവിലെ മുന്നേ പറഞ്ഞോണ്ടിരിക്കണേ. ചേട്ടാ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നത്? ഇവിടെ ഇത്ര പേരുണ്ടായിരുന്നല്ലോ, ആർക്കും ശ്രദ്ധിക്കാൻ വയ്യല്ല. ഇനി അത് പറഞ്ഞ് ചൂടാ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. എടാ ആ കാർഡിന്റെ അകത്ത് എഴുതി വെച്ചിരുന്നേ തമിഴ് എന്താന്ന് ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയോ? ആരത് ചോദിച്ച് മനസ്സിലാക്കാനാണ്? പണ്ട് കെട്ടിടം പണിയാൻ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ ചോദിക്കായിരുന്നു. ഇപ്പൊ മൊത്തം ബംഗാളിലല്ലേ, അവർക്ക് ചോദിച്ചിട്ട് എന്തോന്ന് കാര്യം? ഞാനേ ആശ വിളിച്ചായിരുന്നു, പല്ലവി അവളെയും വിളിച്ചിട്ടില്ല. അവക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അയ്യോ ഭയങ്കര ടെൻഷൻ തന്നെ. തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ? തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോയെന്നല്ല, ചേട്ടൻ കടുവ പിടിക്കാൻ പോയിട്ടില്ല, ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങി പോയത്. ഫോൺ എന്തോന്ന് ഫോൺ? ലോക മാറ്റിയതാണേ. ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? എനിക്കറിയത്തില്ല. സുഖം തന്നെയല്ലോ, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, മതിയായല്ലോ. എന്തോ അവളെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. നിനക്കൊന്നും അറിയണ്ടല്ല. ഇറങ്ങി പോകുമ്പോ ആലോചിക്കണമായിരുന്നു. വരൂല എന്ന് പറഞ്ഞ ഇനി വരണ്ട. അത് പറയാൻ തന്നെ വിളിച്ചത്, വരണ്ട.
ചുമ്മാ തമ്മിൽ തല്ലിക്കൊണ്ട് നിൽക്കാതെ വാ വേറെ വഴി നോക്കാം. കൊച്ചെവിടെയാന്ന് കണ്ടുപിടിക്കണ്ടേ? എന്തോന്ന് വഴി നോക്കാനാ ഇനി എവിടെ പോയി വഴി നോക്കാനാ ഉണ്ടാക്കാൻ പറയുന്നത്? ചെറുക്കാ. ഓ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയുണ്ടോ? ഡിസ്പ്ലേ പൊട്ടി പുതിയ ഫോൺ വാങ്ങിച്ചതിന് എന്റെ സോമാർന്നത് എന്റെ ചെറുക്ക ഇറങ്ങി പോടാ അങ്ങോട്ട് കൊണ്ട്